ഹായ് ഓൾ, നമ്മുടെ 150 ദിവസത്തെ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് തണ്ണീർത്തട സംരക്ഷണമാണ്. നമ്മൾ ഏത് PSC എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ബാക്കി റിവിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിൽ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് പെയ്ഡ് ക്ലാസ് ഒന്നുമല്ല, ഫുള്ളി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് മാത്രം മതിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് തണ്ണീർത്തട സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഭൂമിയിലെ ഉപരിതലത്തിലെയും അതുപോലെ തന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകളുടെയും സംരക്ഷണവും അതുപോലെ തന്നെ പരിപാലനത്തെയുമാണ് തണ്ണീർത്തട സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള സ്വാഭാവിക ജലസ്രോതസ്സുകളുടെ മൊത്തത്തിലുള്ള സംരക്ഷണമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് നീർത്തടമെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായിട്ടും ജലം സംഭരിക്കപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നീർത്തടം എന്ന് പറയുന്നത്. അത് 1-2 ദിവസം മാത്രമായിരിക്കരുത്, കാലങ്ങളോളം ആ ഉപരിതലത്തിൽ എന്തുണ്ടായിരിക്കണം, വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, നീർത്തടം എന്ന് വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കായലുകൾ, അതുപോലെ തന്നെ ചതുപ്പ് നിലം, തടാകം, ഇതെല്ലാം എന്തിനുദാഹരണങ്ങളാണ്, നീർത്തടത്തിന് ഉദാഹരണങ്ങളാണ്. ഭൂമിയുടെ വൃക്കകളെന്നാണ് തണ്ണീർത്തടത്തെ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഭൂമിയിൽ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ വൃക്കകൾ എന്ന് തണ്ണീർത്തടങ്ങളെ വിളിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഫെബ്രുവരി 2 നമ്മൾ അങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 ഫെബ്രുവരി 2 റാംസർ കൺവെൻഷൻ രൂപീകരിക്കുന്നത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺവെൻഷനാണ് എന്തെന്ന് പറയുന്നത് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫെബ്രുവരി 2 രൂപീകരിച്ചതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 ഫെബ്രുവരി 2 നമ്മൾ ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു. അപ്പോൾ അന്നത്തെ തീം എന്താണെന്ന് നമുക്ക് നോക്കാം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ തീം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ലോക തണ്ണീർത്തടത്തിൻ്റെ തീം എന്താണെന്ന് PSC എന്ത് ചെയ്യുന്നതാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതത് വർഷത്തെ നാമദോഷം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാണ് ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വർഷം ഓർത്തു വെക്കുക, 2017. ഓക്കെ, 2017 ഇന്ത്യയിൽ എന്ത് നിലവിൽ വരുന്നത്, തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന 2008 കണ്ടോ, കേന്ദ്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2008. ഇനി നമുക്കറിയാം നിയമം വരുമ്പോൾ അതിനകത്ത് എന്ത് വരുത്തും, ഭേദഗതികൾ വരുത്താറുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി ഏത് വർഷം നടത്തിയിട്ടുണ്ട്, 2018 നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ തണ്ണീർത്തട നിരോധനം, അതായത് ടോട്ടൽ വെറ്റ്ലാൻഡ് ബാൻ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണീർത്തടങ്ങൾ നികത്താനോ അതുപോലെ തന്നെ അതിൽ നിന്ന് മണൽ വാരുന്നതോ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടോട്ടൽ വെറ്റ്ലാൻഡ് ബാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തണ്ണീർത്തടങ്ങൾ നികത്താനും പാടില്ല, അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തും വരാൻ പാടില്ല, മണലും വാരാൻ പാടില്ല. ഓക്കെ, അടുത്ത പറഞ്ഞിരിക്കുന്ന പോയിന്റ് നെൽവയൽ നിയന്ത്രണങ്ങൾ, അതായത് പാഡി ലാൻഡ് റെസ്ട്രിക്ഷൻസ്. നമുക്കറിയാം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയലുകൾ ഇഷ്ടംപോലെ നികത്തുന്നുണ്ട്, വീട് പണിയുന്നതിനും റിസോർട്ട് പണിയുന്നതിനും മറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ അതിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു റെസ്ട്രിക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, പാഡി ലാൻഡ് റെസ്ട്രിക്ഷൻസ് അഥവാ നെൽവയൽ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നെൽവയലുകൾ മറ്റ് കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, തരം മാറ്റാനോ അതുപോലെ തന്നെ നികത്താനോ ഉടമസ്ഥർക്ക് എന്ത് ചെയ്യത്തില്ല, സാധിക്കുകയില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിരീക്ഷണ സമിതികളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും എന്തോ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതി, അതായത് മോണിറ്ററിംഗ് കമ്മിറ്റികൾ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഏതൊക്കെ തലത്തിലാണ് നിരീക്ഷണ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്, പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും.
ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. കാരണം ഓപ്ഷനകത്ത് താലൂക്ക് തലം, ജില്ലാ തലം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് പഞ്ചായത്ത് തലത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി തലത്തിൽ നിന്നും കൃത്യമായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. കാരണം ഈ ഒരു ടോപ്പിക്ക് നോക്കാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാൻ പറ്റത്തില്ല ജില്ലാ തലത്തിലാണോ, താലൂക്ക് തലത്തിലാണോ, പഞ്ചായത്ത് തലത്തിലാണോ എന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചവർക്ക് മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിയമത്തിൽ കുറച്ച് ഇളവുകൾ പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഇളവുകളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അനുവദിച്ചിരിക്കുന്ന ഇളവെന്ന് പറയുന്നത് പാർപ്പിട വാണിജ്യ അനുമതികൾക്കുള്ള ഇളവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു തണ്ണീർത്തടത്തിൻ്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യം വരുവാണെങ്കിൽ അതിനെ നമുക്ക് മറ്റു പർപ്പസിനായിട്ട് ഉപയോഗിക്കാനുള്ള അനുമതി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫൈ ചെയ്യപ്പെടാത്ത, ഭാഗികമായിട്ട് തരമാറ്റം ചെയ്യപ്പെട്ട സ്ഥലങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അനുമതി ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ചുമ്മാ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതിനെ മോണിറ്റർ ചെയ്യാൻ ആരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, RDOയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ്, RDOയ്ക്കാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് എന്ത് കൊടുക്കുക, അപേക്ഷ കൊടുക്കുക. അപ്പോൾ അവർ വന്ന് പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർപ്പിട വാണിജ്യ അനുമതികൾ എന്ത് ചെയ്യത്തുള്ളൂ, ലഭിക്കുകയുള്ളൂ, അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടാൻ പാടില്ല. ഇനി രണ്ടാമത് പറയുന്ന കണ്ടീഷൻ എന്താണ്, ഈ ആക്ട് പ്രകാരം ആ സ്ഥലം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവരുത്, നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ അത് ഭാഗികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, തരം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഇത് മാത്രം പോരാ, ആര് വന്ന് പരിശോധിക്കണം, RDO വന്ന് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ്, RDOയ്ക്കാണ്. 3 പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലോട്ട് കയറ്റി വെക്കുക. അടുത്ത് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഇളവെന്ന് പറയുന്നത് കാർഷിക തുടർച്ചയ്ക്കുള്ള ഇളവാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരമ്പരാഗത കൃഷി രീതികൾക്കും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെളി നീക്കം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതൊരു കൊമേഴ്ഷ്യൽ ആവശ്യത്തിനായിരിക്കരുത് ചെളി കോരി മാറ്റുന്നത്. 2 ഉദ്ദേശമാണ് നമുക്കുണ്ടാവേണ്ടത്. ഒന്ന്, പരമ്പരാഗത കൃഷി രീതികൾക്കും. 2, തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക ആരോഗ്യം നിലനിർത്തുന്നതിനും. കാരണം നമുക്കറിയാം ചെളിയും കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാരിസ്ഥിതിക ആരോഗ്യം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെളി നീക്കം ചെയ്യുന്നുള്ള അനുമതിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ട് പ്രകാരം ലഭിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാക് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഫുൾ ഫോം പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരള എന്നുള്ളതാണ് സ്വാക്കിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഫുൾ ഫോം ഒക്കെ മാറ്റി മറിച്ചൊക്കെ ഓപ്ഷനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരള. ഇനി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, കേരളത്തിലെ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് സ്വാക് എന്ന് പറയുന്നത്. ഓക്കെ, 2017 വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആക്ടിലെ സെക്ഷൻ 5 ക്ലോസ് 1 പ്രകാരമാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്, സ്വാക് അഥവാ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരള രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഏത് വർഷമാണ് രൂപീകരിച്ചത്, 2017 രൂപീകരിക്കുന്നത്. ഇനി എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഓൾമോസ്റ്റ് നമുക്കറിയാം ഒട്ടുമിക്ക സാധനങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തായിരിക്കും. എല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ഓക്കെ, എന്നാൽ സ്വാക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, ഇനി സ്വാക്കിൻ്റെ ചെയർമാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പരിസ്ഥിതി മന്ത്രിയായിരിക്കും സ്വാക്കിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, ഇവരെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ പരിസ്ഥിതി മന്ത്രി എന്ന് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നിലവിലെ ആരായിരിക്കും ചെയർമാൻ, നമ്മുടെ നിലവിലെ പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫാണ് നിലവിലെ സ്വാക്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ കൂടാതെ ഒരു വൈസ് ചെയർപേഴ്സൺ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ചീഫ് സെക്രട്ടറിമാരെയാണ് ആരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, വൈസ് ചെയർപേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആരാന്ന് പഠിച്ചു വെക്കുക, ബിശ്വന്ത് സിൻഹ IAS ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സാം എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാറി വരാം. അപ്പോൾ നമ്മളത് കറണ്ട് അഫെയറിൽ പഠിക്കും, അതുകൊണ്ട് അത് നോക്കണ്ട. ഇപ്പോൾ നിലവിൽ ആരാണെന്ന് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്, സണ്ണി ജോസഫാണ്. നിലവിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ്, ബിശ്വന്ത് സിൻഹ IAS ആണ്. അപ്പോൾ ചെയർമാനും വൈസ് ചെയർപേഴ്സണും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെ സ്വാക്കിനുണ്ടാവും. ഓക്കെ, അപ്പോൾ മെമ്പർ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറെയാണ് എന്ത് ചെയ്യുന്നത്, സ്വാക്കിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ മെമ്പർ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ പാമിടി IFS ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരളയെക്കുറിച്ചാണ് പഠിച്ചിട്ടിരുന്നത്. ഷോർട്ടാക്കി നമ്മൾ സ്വാക് എന്ന് പറയും. ഇനി ഏത് ആക്ട് പ്രകാരം രൂപീകരിച്ചു, വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആക്ടിലെ സെക്ഷൻ 5 ക്ലോസ് 1 പ്രകാരം രൂപീകരിച്ചു. ഏത് വർഷം രൂപീകരിച്ചു, 2017 രൂപീകരിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇനി ചെയർമാൻ ആരായിരിക്കും, പരിസ്ഥിതി മന്ത്രി ആയിരിക്കും. ഇനി വൈസ് ചെയർപേഴ്സൺ ആരായിരിക്കും, ചീഫ് സെക്രട്ടറി ആയിരിക്കും.
ഇനി മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലോട്ട് കയറ്റാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റാംസർ കൺവെൻഷനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ PSCയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു സാധനമാണ് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്, അല്ലേ? റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റാംസർ കൺവെൻഷൻ നമുക്ക് നോക്കാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ അതിനെ വിവേകപൂർവ്വമായിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു കൺവെൻഷനാണ് എന്തെന്ന് പറയുന്നത്? റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇറാനിലെ റാംസർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 1971 ഫെബ്രുവരി 2-നാണ് എന്ത് രൂപീകരിക്കുന്നത്? റാംസർ കൺവെൻഷൻ രൂപീകരിക്കുന്നത്. ഓക്കെ, എന്നാൽ നിലവിൽ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. 1975 ഡിസംബർ 21-നാണ് റാംസർ കൺവെൻഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ തിരിഞ്ഞു പോകരുത്, രൂപീകരിക്കുന്നത് 1971-ലാണ്, എന്നാൽ പ്രാബല്യത്തിൽ വരുന്നത് 1975-ലാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, ഇന്ത്യ എന്നാണ് റാംസർ കൺവെൻഷനിൽ ഒപ്പുവെച്ചത്? രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല? അതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല. ഇന്ത്യ ഒപ്പുവെക്കുന്നത് 1981 ഫെബ്രുവരി 1-നാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റാംസർ സൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റാംസർ കൺവെൻഷൻ രൂപീകരിച്ചതിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ള തണ്ണീർത്തടങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് അഥവാ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സെലക്റ്റീവായിട്ടുള്ള തണ്ണീർത്തടങ്ങളെയാണ് എവിടെ ഉൾപ്പെടുത്തുന്നത്? റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ തണ്ണീർത്തടങ്ങളും പെടുന്നുണ്ടോ? ഇല്ല. റാംസർ സൈറ്റിൽ അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ മാത്രമേ എവിടെ വരുന്നുള്ളൂ? റാംസർ സൈറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1981 ഫെബ്രുവരി 1-നാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? റാംസർ കൺവെൻഷനിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള 2 തടാകങ്ങളെ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഒഡീഷയിലുള്ള ചിൽക്ക തടാകമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള കിയോല ദേവോം ദേശീയോദ്യാനമാണ്. ഓക്കെ, അപ്പോൾ 2 സൈറ്റുകളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തേത് ഏതാണ്? ചിൽക്ക തടാകമാണ്. രണ്ടാമത്തേത് കിയോല ദേവോം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 3 ഇനി ഏതൊക്കെയാണ് ആ 3 നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് വേമ്പനാട്, രണ്ടാമത്തേത് അഷ്ടമുടി, മൂന്നാമത്തേത് ശാസ്താംകോട്ട. അപ്പോൾ ആ 3 കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് വേമ്പനാട് കായലാണ്. അപ്പോൾ ഏറ്റവും ചെറുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട ശുദ്ധജല തടാകമാണ്. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു പോകരുത്. ഏറ്റവും വലിയ റാംസർ സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട് കായലും, ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട ശുദ്ധജല തടാകവുമാണ്. ഇനി ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകം ആൻസറായിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്, പക്ഷേ ഏറ്റവും ചെറിയ റാംസർ സൈറ്റുമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് പഠിക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ശാസ്താംകോട്ട ശുദ്ധജല തടാകമാണ്. ഇനി നമുക്ക് ആ 3 റാംസർ സൈറ്റുകളും എവിടെയൊക്കെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം. വേമ്പനാട് കായൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ, തൃശ്ശൂർ, അതുപോലെ തന്നെ എറണാകുളം, കോട്ടയം ജില്ലകളായിട്ട്, അല്ലേ, 4 ജില്ലകളായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടമുടി കായൽ നോക്കിക്കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ശാസ്താംകോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കൊല്ലം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിലെ എത്ര റാംസർ സൈറ്റുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 98 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2026 ഓഗസ്റ്റിലെ കണക്കാണ് പറയുന്നത്. ഇതെപ്പോഴും മാറി മാറി വരാം. ചിലപ്പോൾ 2026 ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ മാസവും എന്ത് ചെയ്യാം? എണ്ണം വ്യത്യാസം വരുന്നതുകൊണ്ട് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ എത്ര ഉണ്ട്? 98 ഉണ്ട്. അപ്പോൾ കേരളത്തിലെ വലുതും ചെറുതുമായിട്ടുള്ള റാംസർ സൈറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇന്ത്യയിലെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. ഓക്കെ, പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻ ഡെൽറ്റയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുക തടാകമാണ്. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന രേണുക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. ഏകദേശം 20ഓളം റാംസർ സൈറ്റുകൾ എവിടെ മാത്രമുണ്ട്? തമിഴ്നാട്ടിൽ മാത്രമായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിൽ നിലവിൽ 3 റാംസർ സൈറ്റുകളേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു പ്രപ്പോസൽ പോയിട്ടുണ്ട്. കടലുണ്ടി, അതുപോലെ തന്നെ വെള്ളായണി കായൽ, പൂക്കോട് തടാകം. അപ്പോൾ ഇതിനെയും കൂടെ എന്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ റാംസർ സൈറ്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വാക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ എത്ര എണ്ണം മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്
നീർത്തടങ്ങളെ അവയുടെ വലിപ്പം, അതുപോലെ തന്നെ ഭൂവിനിയോഗ രീതി, ഡ്രെയിനേജ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തണ്ണീർത്തടങ്ങൾ എത്രയായിട്ടാണ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്? 5ആയിട്ടാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മിനി വാട്ടർ ഷെഡ് എന്ന് പറയും, രണ്ടാമത്തേത് മൈക്രോ വാട്ടർ ഷെഡ് എന്ന് പറയും, 3 മില്ലി വാട്ടർ ഷെഡ്, 4 സബ് വാട്ടർ ഷെഡ്, ലാസ്റ്റ് വൺ മൈക്രോ വാട്ടർ ഷെഡ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിനി വാട്ടർ ഷെഡിൻ്റെ വലിപ്പമാണ് ഏറ്റവും കുറവെന്ന് പറയുന്നത്. 1 മുതൽ 100 ഹെക്ടർ വരെ മാത്രമേ വിസ്തൃതി എന്തുണ്ടാവുള്ളൂ, മിനി വാട്ടർ ഷെഡിന് ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മൈക്രോ വാട്ടർ ഷെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 100 ഹെക്ടർ മുതൽ 1000 ഹെക്ടർ വരെ ഉണ്ടാകും. ഇനി മില്ലി വാട്ടർ ഷെഡിൻ്റെ വലിപ്പം എങ്ങനെയാണ്? 1000 മുതൽ 10000 ഹെക്ടർ വരെ ഉണ്ടാവും. സബ് വാട്ടർ ഷെഡ് ആണെങ്കിൽ 10000 മുതൽ 50000 ഹെക്ടർ വരെ ഉണ്ടാകും. ഇനി ലാസ്റ്റ് വൺ മൈക്രോ വാട്ടർ ഷെഡ് 50000 ഹെക്ടറിന് മുകളിൽ എന്തുണ്ടാകും, വിസ്തൃതി ഉണ്ടാവും. അപ്പോൾ വലിപ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 5ആയിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട നീർത്തട പദ്ധതികളാണ്. അപ്പോൾ അതിന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിയാലി പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഹരിയാലി പദ്ധതി എന്ന് നമുക്ക് നോക്കാം. കുടിവെള്ളത്തിനും ജലസേചനത്തിനും മീൻപിടുത്തത്തിനും വനവൽക്കരണത്തിനും വേണ്ടിയിട്ട് ജലം സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അതുവഴി ഗ്രാമീണ ജനതയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിയാലി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, ഹരിയാലി പദ്ധതി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഓക്കെ, ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമപഞ്ചായത്തുകളാണ് പദ്ധതി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, പക്ഷെ നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്തുകളാണ്. എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ജനങ്ങളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പദ്ധതി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നീരു മീരു നീർത്തട പദ്ധതിയാണ്. മണ്ണിലേക്ക് ജലം ഊർന്നിറങ്ങുന്ന കുളങ്ങൾ, അതുപോലെ തന്നെ ടാങ്കുകൾ, തടയണകൾ മുതലായവ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, നീരു മീരു പദ്ധതി എന്ന് പറയുന്നത്. ഇത് ഏത് സംസ്ഥാനമാണ് നടപ്പിലാക്കിയത്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മണ്ണിലേക്ക് ജലം ഊർന്നിറങ്ങുന്ന കുളം, ടാങ്ക്, തടയണകൾ അല്ലേ, ഇതൊക്കെ നിർമ്മിക്കുക. എങ്ങനെ? ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നത്. അടുത്ത പദ്ധതിയാണ് ജലക്രാന്തി അഭിയാൻ. ഓക്കെ, 2015 നിലവിൽ വരുന്നത്. 2015-16 ഫിനാൻഷ്യൽ ഇയറിലാണ് ജലക്രാന്തി അഭിയാൻ നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് നമുക്ക് നോക്കാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അഥവാ മഴവെള്ള സംഭരണത്തിലൂടെയും അതുപോലെ തന്നെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റിലൂടെയും വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെയും എന്ത് ചെയ്യുക, ജലവിഭവങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ജലം എന്ത് ചെയ്യാൻ പറ്റണം, പരമാവധി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും പറ്റണം. അപ്പോൾ ഈ ലക്ഷ്യം വെച്ചിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്, ജലക്രാന്തി അഭിയാൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണ് നിലവിൽ വരുന്നത്? 2015. ഇതും ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് കേട്ടോ. ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, ഏത് ഗവൺമെൻറ്റാണ് ജലക്രാന്തി അഭിയാൻ നടപ്പിലാക്കുന്നതെന്ന്. ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അതുപോലെ തന്നെ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ക്ലാസ്സിൻ്റെ നോട്ടോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.